ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എളമക്കരയിലാണ് കേട്ടോ. ഇവിടെ ഒരു എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടാ ദത്താത്രേയ ജയന്തി അതാണ്. അപ്പം ഗൈസ് ഇവിടെ ഫുൾ പരിപാടിയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചുമ്മാ വേറെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയാൽ അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അമ്മേ ഉണ്ടോ ദത്താത്രേയ ജയന്തിയാണോ ഇവിടെ? ദത്താത്രേയ ഇവിടെ ദത്താത്രേയ ജയന്തിയാണ്. അപ്പോൾ എൻ്റെ അനിയനുണ്ടല്ലോ സ്പെഷ്യലായിട്ടൊരു ചെണ്ട വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവനൊന്ന് അപ്പോൾ നമുക്കൊന്ന് അത് കൊട്ടും. എടാ ഒന്ന് കൊട്ടി കാണിക്കാടാ എനിക്കാരാ ഇപ്പോൾ അതല്ലേ വിളിച്ച കൊട്ടിക്കോ ഒരു മിനിറ്റ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഓടി നടക്കാനെന്ന് വെച്ചാൽ അവനൊരു സ്ഥലം മര്യാദക്ക് പിടിക്കാൻ പറ്റില്ല. 3, 2, 1 ഗോ. സ്പെഷ്യലായിട്ടൊരു ചെണ്ട വച്ചേക്കട പേര് പറഞ്ഞോടാ അതിഥി. അമ്മ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവേ. അപ്പോൾ ഗൈസ് അവൻ നല്ലോണം ചെണ്ടയൊക്കെ കൊണ്ടുണ്ടാവേ. അപ്പം ഞാൻ സൺഡേ വന്നിട്ട് ഇവിടെ നിൽക്കും. അതിൻ്റെ വ്ളോഗ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞോളാം. ഞാൻ നോക്കട്ടെ, പറ്റണത്രയും ഞാൻ ട്രൈ ചെയ്യാം. കാരണം ഞാൻ മൺഡേ സ്കൂളിൽ പോകണല്ലോ. ഇവിടെ എൻ്റെ ഫേവറേറ്റ് പരിപാടി നടക്കുന്നുണ്ട് മൺഡേ. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ആണോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ ഗൈസ് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കാൻ അമ്മേ അപ്പേ അപ്പൊ അവൻ ഫുട്ബോൾ കളിച്ചു വീട്ടിൽ ഫുട്ബോൾ കളിച്ചിട്ട് ഇത് വെച്ചിട്ട് വരാട്ടോ. അവൻ വെച്ചിട്ട് വരും. അപ്പൊ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിട്ടിരിക്കാം. അപ്പോൾ എളമക്കര എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഇവിടെ എത്ര വേണമെങ്കിലും ഓടിക്കളിക്കാൻ പറ്റും. നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഓടിക്കളിക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ നടുക്കൂടെ വരും. അത് നിങ്ങൾ കാര്യം കൊണ്ടാ ഒന്നും ചെയ്യില്ല, അവർ നിർത്തിത്തരും നമുക്ക്. എന്ന് വെച്ചാൽ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കണ്ട. ഇവനൊക്കെ ഞാൻ വെറുതെ വിട്ടേക്കണം അതുകൊണ്ടാണ്. വണ്ടിയൊക്കെ ചുമ്മാ നോക്കാതെ അവർ നിർത്തി തരും. അപ്പം അമ്മേ തൊണ്ടത്തെ വെള്ളം പറ്റി അയ്യോ. അപ്പോൾ ഗൈസ് ഇതാണ് എളമക്കര ഞങ്ങളുടെ കസിൻ്റെ ഹൗസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ള ഹൗസ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് പോകണേ കേട്ടോ. നമ്മൾ എല്ലാവരും കൂടെ പോകണേണ്. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോകണം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോവാണ്. ഇതെന്നെ ചേച്ചാണ്ട അയ്യോ. അപ്പൊ നമ്മളിപ്പോ പോണേട്ടോ. പോണ വഴി ഇവിടെ അടിപൊളിയാണ്. ഇവിടെ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണം. കാരണം ഇപ്പൊ പോകണല്ലോ. ഇപ്പൊ പോണ സ്ഥലം ആ അമ്പലത്തിലോട്ട്. അമ്മേ ആ അമ്പലത്തിലോട്ട് ദില്ലും പടവട അങ്ങനെ ആക്കല്ലേ എൻ്റെ മുടി കേട്ടോ. അപ്പം ആണോ അങ്ങനെ നമുക്കല്ലേ. അപ്പൊ ഗൈസ് അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഉണ്ട് അമ്പലത്തിൽ പോകണം. നമ്മുടെ വീട്ടിലത്തെ എല്ലാ ഫാമിലിയും ഉണ്ട്. നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ്. അമ്മേ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം. എൻ്റെ കൈ വേനെടുക്കണം. അപ്പൊ നടന്ന് പോണേണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളവിടെ കുറേ നേരം കളിക്കട്ടെ. മണ്ണിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ അമ്പലത്തിൽ കളിക്കാൻ ഭയങ്കര രസമാണ്. അവിടെ ഫുൾ ഫ്രീ ആണ്. അമ്മേ അത് വീണാനെ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇതൊരു സ്കൂളാണ് കേട്ടോ. അടിപൊളി സ്കൂളാണ്. എന്നിലാട്ടെ ലൈറ്റ് മിന്നർ സ്കൂൾ. വാവ്. അപ്പം അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. അവിടെ ഒരു ഇത് പറഞ്ഞോളൂ. അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിൽ ചെന്ന് കാണാം. അപ്പോൾ ഗൈസ് അമ്പലം എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് വായിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇവിടുത്തെ അമ്പലമാണെങ്കിൽ ഭയങ്കര രസമാണ്. ഇവിടെ ഐസ്കൂട്ടൊക്കെ കിട്ടും. 10 രൂപ ഐസ്കൂട്ട് ഞങ്ങൾ എപ്പോഴും എടുത്ത് തരും കേട്ടോ.
ഒന്നും കാണുന്ന ചെടികളൊക്കെ പറിച്ച് ചെവിയിലും കുത്തിക്കൊണ്ട് കാണും. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ കാണിച്ചാൽ ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. നമുക്ക് അമ്മേ ഞാൻ പന്തല് കാണിച്ചു തരാട്ടോ. അതിന് അല്ല ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ എല്ലാം അടിപൊളിയാണ്, നല്ല വൈകി. അല്ല ഇത് ഐസ്കൂട്ടാണ്. ഞാൻ ഇപ്പോൾ പൂട്ടിയാ എന്താ അടിപൊളി പന്തലാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പന്തല്. എനിക്ക് അമ്മയെ കാണാൻ പറ്റുന്നുണ്ടോ? കടകൂട്ടിയാണോ? ഐസ്ക്രീം ആയിട്ട് ഐസ്ക്രീം നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുളിക്കാം. അടിപൊളിയാണ്. ഇവിടെ ഇപ്പോൾ ജ്യൂസും വിൽക്കുന്നുണ്ട്. അമ്മേ അമ്പലത്തി ഫൈനലി അമ്പലത്തി പന്തലി. വാവ് അപ്പൊ ഗൈസ് നമ്മള് അമ്പലത്തിൽ പോവാൻ കേട്ടോ. അമ്പലത്തി ഭയങ്കര തിരക്കാണ്. അല്ല ഇവിടെ ഫുള്ള് മണ്ണിന്ന് അറിഞ്ഞ ഇവിടെ പോണ്. ഞങ്ങളെപ്പോഴും മറ്റേ എന്താണ് എന്താ കർപ്പൂരത്തിന്റെ പൊടി എടുത്തോണ്ട് വന്നേക്കണേ. ഇവിടെ ഇറങ്ങട്ടെ. അപ്പം മീനിനെ കൊടുക്കാൻ മീനെ കൊടുത്താൽ ചത്തു. അപ്പൊ ഗൈസ് നമ്മളെ പന്തല് ഓക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ. വിടാൻ പോയി. അപ്പൊ ഹലോ ഗൈസ്. അപ്പൊ ഇതൊക്കെ എൻ്റെ കസിൻസ് ആണ്. അമ്മ അമ്പലത്തിൽ ഇത് തുടങ്ങി ഇപ്പൊ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഗൈസ് ഇനി നമുക്ക് എത്ര വേണമെങ്കിലും വീഡിയോ എടുക്കാം. അവിടെ നിന്ന് പൂ എടുക്കാൻ പാടില്ല. ശിവനെ വെച്ചാണ്. അപ്പൊ ഇത് അമ്പലമാണ്. ഈ അമ്പലം പൂട്ടിക്കിടക്കുവാണ്. അത് റോഡാണ്, കണ്ണ റോഡാണ്. ഇവിടുത്തെ പന്തല് പൊളിയാണ് കേട്ടോ. ഇവിടുത്തെ അടിപൊളി പന്തല. അപ്പൊ ഗൈസ് ഹലോ അതിന്റെ കസിൻ തന്നെയാട്ടോ. ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ആദ്യക്കതി ഭയങ്കര ബഹളമാണോ? അമ്മേ നല്ല സുഖമുണ്ടോ? ആണോ? അടിപൊളിയാണ്. ഇവിടെ പന്തൽ ഇവിടെ ബാക്കി നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ, കാണിച്ചു തരാം. അമ്മേ ശ്വാസം മുട്ടണേ. ഇനി മൂത്തണുള്ളൂ. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. അവിടെ ഒരു പശു ഉണ്ട്. എനിക്ക് കാണിക്കാൻ പറ്റും. പേടിയാണ്. അവിടെ പാമ്പിൻ്റെ തറയെന്നാ പറയണത്. ആർക്കറിയാം? അന്ധവിശ്വാസം. അപ്പൊ ഗൈസ് ഞാൻ പോരാം. അപ്പൊ ഗൈസ് അപ്പം ഞാൻ പന്തല് കാണിച്ചു തരട്ടെ. ഒമ്മി പന്തല് അതെ എന്താണ് ഇവന്റെ ഇപ്പത്തെ വിചാരം ാണ്. അപ്പൊ അങ്ങോട്ടോ പന്തലുണ്ടോ? ഒരു കാളിയുടെയും ഇതിൻ്റെയൊക്കെയാണ്. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ എല്ലാവരും കടല വാങ്ങിക്കാൻ കടല വാങ്ങിക്കാൻ പോയേക്കണേന്ന്. അത് നമ്മളിവിടെ കഴിക്കുള്ളൂ. നമുക്ക് കടല അങ്ങനത്തെ സാധനങ്ങളൊന്നും പിടിക്കൂല. കലയിനെടുത്തിട്ട് കുറച്ച് നേരം ഇരിക്കാതെ കഴിച്ചു. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ? നാരായണൻ, ശിവന്റെ ഫാമിലി, നരസിംഹ ആൻഡ് അപ്പൊ ഗൈസ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ.